കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം. ഈ സംഭവം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നു. ഒരു സാധാരണക്കാരന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിന്റെ ശോചനീയ അവസ്ഥ കാണിച്ചു തന്നു. വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ അധികൃതരെ പഴിചാരുന്നത് കാണിച്ചു തന്നു. സ്കൂൾ അധികൃതർ ഇലക്ട്രിസിറ്റി ബോർഡിനെ പഴിചാരുന്നത് കാണിച്ചു തന്നു. ഇലക്ട്രിസിറ്റി ബോർഡ് മരിച്ചുപോയ ആ വിദ്യാർത്ഥിയെ പഴിചാരുന്നത് കാണിച്ചു തന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ആ കുഞ്ഞ് മരിച്ചു എന്ന ദുഃഖവാർത്തയോടൊപ്പം ബഹുമാനപ്പെട്ട ഒരു മന്ത്രി സൂംബ ഡാൻസ് കളിക്കുന്നത് കാണിച്ചു തന്നു. പിന്നെ എപ്പോഴും കാണുന്നത് പോലെ മരണത്തിന്റെ വിറങ്ങലിൽ വേദനിച്ച് നിൽക്കുന്ന ആ കുടുംബത്തിന്റെ ക്ലോസ് ഷോട്ടുകളും കരഞ്ഞുകൊണ്ടുള്ള ബൈറ്റുകളും മാധ്യമപ്രവർത്തകർ നമുക്ക് കാണിച്ചു തന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇനിയും ഇങ്ങനെ പലതും കാണാനും കേൾക്കാനും നമ്മളെ ബാക്കിയാക്കി മിഥുൻ എന്ന ആ ജീവൻ പോയി. ഇനി ഒരു കമന്റ് വായിക്കാം. എന്റെ നാട്ടിലാണ് ഈ സംഭവം. സഖാക്കളുടെ അഴിഞ്ഞാട്ടമാണ് ഈ സ്കൂൾ മാനേജ്മെന്റ് മുഴുവൻ. ഇപ്പൊ ആർക്കും സംശയമൊന്നുമില്ലല്ലോ ആ സ്കൂളിന് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന കാര്യത്തിൽ. ഭാരതാംബയെന്നും പാദപൂജ എന്നും ഒക്കെ പറഞ്ഞ് സമരങ്ങളും പട്ടി ഷോകളും ഒക്കെ കാണിക്കാൻ പോയവരൊക്കെ അതിന്റെ 10-1 ശ്രദ്ധ ഇതുപോലുള്ള കാര്യങ്ങളിൽ കാണിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ ജീവൻ പൊലിയില്ലായിരുന്നിരിക്കാം. മേൽപ്പറഞ്ഞ ടിയാന്മാരൊക്കെയാണ് പ്രതിപ്പട്ടികയിൽ വരുന്നതെങ്കിൽ വരും ദിനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കോലാഹലങ്ങൾ കാണിച്ച് മെഡിക്കൽ കോളേജ് വിഷയവും കോട്ടയത്ത് ഹോസ്പിറ്റൽ തകർന്നുണ്ടായ അപകടവും ഒക്കെ വഴിതിരിച്ചു വിട്ടതുപോലെ ഇതും വഴിതിരിച്ചു വിടും. ഒരു ജീവൻ എടുക്കാൻ മാത്രം അനാസ്ഥ കാണിച്ചവരൊക്കെ ശിക്ഷിക്കപ്പെടുന്നത് കാണാൻ പിന്നെയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും.